+1 കോമേഴ്സ് ഫാമിലി. അപ്പൊ നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റുകൾ അല്ലെ. മെയിൻ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ കിട്ടി, ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് എന്താണ് വരാത്തതെന്ന് പറഞ്ഞ് കാത്തിരുന്ന എല്ലാവർക്കും വേണ്ടി ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക എത്രയൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്ട് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 15th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. December 15th നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. മൺഡേ ആണ്. അതുകൊണ്ട് തന്നെ മൺഡേ സ്റ്റാർട്ട് ചെയ്താൽ സാറ്റർഡേ വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് എക്സാം ആയിരിക്കും വരുന്നത്. അപ്പോൾ 15th ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് പാർട്ട് 2 ലാംഗ്വേജ് ആണ്. 16th അതായത് ട്യൂസ്ഡേ പാർട്ട് 1 ഇംഗ്ലീഷ് നിങ്ങൾക്ക് എക്സാം ഉണ്ട്. 17th നമ്മുടെ മെയിൻ സബ്ജക്ട് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് സബ്ജക്റ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വെനസ്ഡേ. ഓക്കെ, അപ്പോൾ 17th ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, 18th അക്കൗണ്ടൻസി ഉണ്ട്, 19th എക്കണോമിക്സ് ഉണ്ട്, 20th നമ്മുടെ മാത്തമാറ്റിക്സ് ഓപ്ഷനിൽ എടുത്ത കുഞ്ഞുങ്ങൾക്കുണ്ട്, 22nd ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്, 23rd അത് കഴിഞ്ഞിട്ട് 22 കഴിഞ്ഞിട്ട് 23rd നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പൊളിറ്റിക്കൽ സയൻസും അത് ഏതാണോ ഓപ്ഷനിൽ എടുത്തിരിക്കുന്നത് ആ എക്സാംസ് നടക്കുന്നതായിരിക്കും. 23rd നിങ്ങൾക്ക് അവധി കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം നിങ്ങൾക്ക് അവധിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും 6ാം തീയതി അതായത് January 6th ആയിരിക്കും. 6th അതായത് 1ാം മാസം 6ാം തീയതി നിങ്ങൾക്ക് അതൊരു ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ നിങ്ങൾക്ക് അതും ഓപ്ഷനിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത കുഞ്ഞുങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഡേറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതിനിടെ ഒരു ഗ്യാപ്പും ഇല്ല, പക്ഷേ ജാനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ്. ഇതിനിടെ നിങ്ങളുടെ ക്രിസ്മസ് അവധി വരുന്നുണ്ട്. അതുകൊണ്ടാണ് January 6th നിങ്ങളുടെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം ടൈം ഇനിയും കിട്ടുന്ന ഓരോ സമയവും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ കളയരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പഠിക്കാനോ ഉള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ആൻഡ് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. ക്രിസ്മസ് എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് മോർണിംഗ് ബൂസ്റ്ററും അല്ലാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സെക്കൻഡ് ചാൻസ് ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാം. നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല. കാരണം ഒട്ടുമിക്ക ഒരു 80-85% സബ്ജക്ട്സ് നമ്മൾ ഇവിടെ തീർക്കുവാണ്. 2025 തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് കുറച്ച് സബ്ജക്ട്സും കൂടെ കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ബാക്കിയുള്ളൂ. അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടി റെഡിയാവും. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാമിന് നന്നായിട്ട് നിങ്ങൾക്ക് എഴുതണം, അല്ലെങ്കിൽ ശരിക്കും ഒരു എക്സാം എഴുതുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.